ഉത്തരവാദി കഴിഞ്ഞ സർക്കാരാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയുള്ളൂ. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിന്റെ പിടിപ്പുകളും അവരുടെ അനാസ്ഥയും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഫലമായിട്ടാണ് ഈ പവർ കട്ട് ഉണ്ടായിരിക്കുന്നത്. ഗവൺമെന്റ് ഇപ്പോഴത്തെ യു ഡി ഗവൺമെന്റ് വന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. പവർ കട്ട് ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിച്ചു. പക്ഷേ കാലാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് സാധാരണ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ കിട്ടുന്ന മഴ ഇതുവരെയും കിട്ടിയിട്ടില്ല. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആവശ്യമായ അതുകൊണ്ട് മഴ പെയ്യാനായിട്ട് നമ്മളെല്ലാവരും കൂട്ടം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഓം ദേവേന്ദ്രായ നമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണെന്ന് തോന്നുന്നു കൊടിക്കുന്നിൽ സുരേഷ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മഴ പെയ്തില്ലെങ്കിൽ ആരോട് പരാതി പറയും? പിണറായി വിജയനോട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൊടിക്കുന്നിൽ സുരേഷേ? ഇത് പിണറായി വിജയൻ്റെ കഴിവുകേട് കൊണ്ടാണ് ഈ ഒരു കാര്യം ഉണ്ടാവുന്നതെന്നും കഴിഞ്ഞ സർക്കാരിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും അധികം ആളുകളും ഇരുട്ടത്തിരിക്കുന്നതെന്നുമാണ് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ വൈദ്യുതി മന്ത്രിയും പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ മെഴുകാൻ വേണ്ടിയിട്ട് ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് പൂക്കികളെ അഹോരാത്രം വൈറ്റ് വാഷ് ചെയ്യുന്ന, പൂക്കികളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന സ്മൃതി പരുത്തിക്കുരു എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സാധനം പറയുന്നൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീട്ടിലേക്ക് വരാം. രാഷ്ട്രീയമായ പരിഹാസത്തിനുള്ള ഒരു സമയമായിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല. അതൊരു ഇന്ദിരാ കട്ടെന്നോ പൂക്കി കട്ടെന്നോ പറയേണ്ട ഒരു സാഹചര്യമല്ല നമുക്ക്. അയ്യോ സ്മൃതി, പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ സ്മൃതി കുട്ടി. ഇങ്ങനെയല്ലല്ലോ കഴിഞ്ഞ മെയ്ക്ക് മുൻപ് ഒരു 2-3 ദിവസം ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഒരു പവർ കട്ട് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഇതാണോ പൂക്കികൾ, ഇതാണോ പിണറായി വിജയൻ്റെ പവർ കട്ടില്ലാത്ത 10 വർഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കരച്ചിലായിരുന്നല്ലോ. ഇതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയപരമായിട്ടുള്ള കളിയാക്കലിനോ താരതമ്യത്തിനോ ഞാൻ തയ്യാറല്ല എന്ന് ഇപ്പോൾ വന്നിരുന്ന ഈ മെഴുകുമ്പോൾ അന്ന് നീ എന്താ മോളെ പറഞ്ഞത്? അന്ന് പറഞ്ഞത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷങ്ങളിൽ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷമെന്ന് ഇവർ അവകാശപ്പെടുന്ന സമയത്ത് പവർ കട്ടില്ലാതെ തന്നെയാണ് ആ 10 വർഷവും കൊണ്ടുപോയത്. അതിനുശേഷം ഒരു 2 തവണ എന്തോ പവർ കട്ട് വന്നു. ആ വന്നതിനെയാണ് ഇവർ പവർ കട്ടാണ്, പിണറായി വിജയൻ കേരളത്തിനെ ഇരുട്ടിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തമ്മിലും കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ കിടന്ന് കരയാനായിട്ട് ശ്രമിച്ചത്. അങ്ങനെ കരഞ്ഞ സ്മൃതി ഇന്ന് പറയുമ്പോൾ ഇതിനെ എനിക്ക് രാഷ്ട്രീയവൽക്കരിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഇങ്ങനെ താരതമ്യ പഠനം നടത്താനോ താല്പര്യമില്ല എന്ന് പറയുന്ന സ്മൃതി ഒന്ന് ഓർക്കണം. നിങ്ങളുടെ പൂക്കികൾ കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കെതിരെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ടുള്ള ധൈര്യമില്ല എന്നുകൂടി അതിനൊരു അർത്ഥമുണ്ട്. സ്മൃതിയുടെ ബാക്കി മെഴുകിൽ കേട്ട് നോക്കാം. നല്ല രീതിയിൽ സ്ഫുടമായിട്ടെല്ലാം സംസാരിക്കുന്ന സ്മൃതി പരുത്തിക്കുരുവാണ് ഇന്ന് ബബ്ബ അടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിനെ പൂക്കി കട്ടെന്നോ ഇന്ദിരാ കട്ടെന്നോ വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ബാക്കി കേട്ട് നോക്കാം. മഴയില്ല, കാലാവസ്ഥ മാറുന്നു, അതോടൊപ്പം തന്നെ ഉപഭോഗം കൂടുന്നു എന്നുള്ള കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ മഴയില്ലെന്നുള്ളത് സ്മൃതിക്ക് ഇപ്പോഴാണോ സ്മൃതി മനസ്സിലായത്? ഇപ്പോഴാണല്ലോ ഇപ്പോൾ കുറച്ചെങ്കിലും മഴ പെയ്യുന്നത്, കേരളത്തിൽ കുറച്ചെങ്കിലും മഴ പെയ്യുന്നത് ഇപ്പോഴാണ്. പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് മെയ്ക്ക് മുൻപായിട്ടുള്ള മാസങ്ങളിൽ എവിടെയായിരുന്നു മഴ? ഒരു ദിവസമെങ്കിലും മഴ പെയ്തായിട്ട് സ്മൃതി കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷങ്ങളിൽ അതുപോലെ തന്നെ സമാന കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ 10 വർഷങ്ങളിൽ ഒരു ദിവസം പോലും കറണ്ട് കിട്ടുന്ന ഒരു സാധനം ഉണ്ടായിട്ടില്ല. KSEBയുടെ ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ, ഏതെങ്കിലും ഒരു ഓഫീസിൽ അവിടെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിൽ, പർട്ടിക്കുലർ ഏരിയയിൽ കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കേരളത്തിനെ മൊത്തത്തിൽ ഇരുട്ടിലാക്കിയിട്ടില്ല അവർ. പക്ഷേ നിങ്ങളുടെ ന്യായീകരണവും നിങ്ങളുടെ മെഴുകലും എന്തായിരുന്നു? പിണറായി വിജയൻ കേരളത്തിനെ ഇരുട്ടിലാക്കുകയാണ്. ഈ മെഴുകലായിരുന്നല്ലോ സ്മൃതി മെഴുകിയത്. എന്തുകൊണ്ട് ഇപ്പം മെഴുകുന്നില്ല? ഇപ്പം കാലാവസ്ഥ പഴിച്ചാൽ മതിയോ? നമ്മുടെ സണ്ണി ജോസഫ് അടക്കമുള്ള ഇന്നത്തെ വൈദ്യുതി മന്ത്രിയുടെ ടീംസ് എല്ലാം പറയുന്നത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. സ്മൃതിയും പ്രാർത്ഥിക്കുകയാണെന്ന് തോന്നുന്നത്. എന്തായാലും സ്മൃതിക്ക് 8ൻ്റെ പണി കിട്ടുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് വീണ് കൊടുക്കാൻ അല്ലെ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പെന്നാണ് സ്മൃതി അവകാശപ്പെടുന്നത്. ബാക്കിയോടെ കേട്ടു നോക്കാം. എന്തായാലും അത് മുഴുമിപ്പിച്ച് നമുക്ക് ബാക്കി മെഴുകലുകളിലേക്ക് പോവാം. എങ്ങുമില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, രാജ്യം ഒട്ടാകെ അടിപൊളി. നമ്മളെ പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളും ഇതേപോലെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ 70 ദശലക്ഷം യൂണിറ്റ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളം ഉപയോഗിച്ചിരുന്നത്. അതിപ്പോൾ 75-80 ദശലക്ഷം യൂണിറ്റ് വരെ തടസ്സമില്ലാതെ വിതരണം ചെയ്യാൻ ഇപ്പോഴും സാധിക്കുമെന്ന് പറയുന്നു. ഇത് പറഞ്ഞിട്ടുള്ളത് KSEB ചെയർമാൻ MG രാജമാണിക്യമാണ്. പക്ഷെ ഇപ്പോൾ ഉപഭോഗം 90 ദശലക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ അധികമായി വേണ്ടിവരുന്ന വൈദ്യുതി പുറത്തുനിന്നും വാങ്ങിക്കാൻ പറ്റാത്ത സാഹചര്യം എന്തുകൊണ്ട് വാങ്ങുന്നില്ല എന്ന ചോദ്യമാണല്ലോ നമ്മൾ ഉന്നയിക്കുന്നത്. വാങ്ങാൻ എത്ര പൈസ കൊടുത്താലും കിട്ടാനില്ല എന്നൊരു സാഹചര്യം കൂടി നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈദ്യുതി എക്സ്ചേഞ്ചിൽ നിന്നും 4000 മെഗാവാട്ട് ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയത്. സ്മൃതി, കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു കള്ളക്കത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മുഴുമിപ്പിക്കാന്ന് പറഞ്ഞിട്ട് പാതിക്ക് വെച്ച് നിർത്തിയത്. വെറുതെ എന്തോ സതീശനാദികൾക്ക് വേണ്ടി മെഴുകുന്ന സ്മൃതീശനാദിയെ നിങ്ങൾ കാണുന്നത്.
ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ പവർ കട്ടില്ലാതെ ഈ കേരളത്തിനെ കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരാണ്, അല്ലെ പിണറായി വിജയൻ സഖാവിൻ്റെ പാർട്ടിയാണ്. അവരിതേപോലെ തന്നെ ഉപഭോഗം എത്ര കൂടിയാലും, എത്ര ഒരു ജനങ്ങളുടെ പോപ്പുലേഷൻ കൂടിയാലും വൈദ്യുതി നിയന്ത്രണം അവർ വരുത്തിയിട്ടുമില്ല. അവർക്ക് വേണ്ടുന്ന രീതിയിൽ ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്താണോ ചെയ്യേണ്ടത്, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള പവർ കട്ടില്ലാതെ അവരെ ജീവിപ്പിക്കുക, ഇരുട്ടിലാഴ്ത്താതെ ജീവിപ്പിക്കുക, ഈ ചൂട് കാലത്തും അല്ലെങ്കിൽ ഈ ചൂട് സമയങ്ങളിലും അവരോടൊപ്പം നിൽക്കുക, അവർക്ക് തണലാവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി പവർ കട്ട് എന്ന് പറയുന്ന സാധനമേ വേണ്ടെന്ന് വെച്ച ടീംസാണ് അവർ. അങ്ങനെയുള്ള ആളുകളെ പറ്റി കരിവാരി തേച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വലിയ പ്രവൃത്തിയാണല്ലോ, വലിയ മഹിമയാണ്, മഹത്വമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം അവരിവിടുന്ന് ഭരിച്ചിട്ടിറങ്ങിപ്പോയ ആളുകളാണ്. അവരിത് വെറും വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളല്ല, ചെയ്ത് കാണിച്ചിട്ട് പോയ ആളുകളാണ്. ചെയ്ത് കാണിക്കുന്നവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നവനും വായ്ത്താളം വിടുന്നവനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് സ്മൃതി. ഇതൊക്കെ എന്നാ സ്മൃതി മനസ്സിലാക്കുന്നത്? സതീശനാദികൾക്ക് വേണ്ടി മെഴുകുന്നത്, ഞാൻ പ്രോ ലെഫ്റ്റ് ആണെന്ന് പറയുന്ന സ്മൃതി ഇന്ന് ഈ സതീശനാദികൾക്ക് വേണ്ടി മെഴുകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ പ്രോ ലെഫ്റ്റിൻ്റെ അർത്ഥം ഞാനൊരു കൊങ്ങിക്കുട്ടിയാണെന്ന് ആണോ എന്നുള്ളത്. എന്തായാലും ഫണ്ണി ജോസഫ് എന്ന് പലരും വിളിക്കുന്ന സണ്ണി ജോസഫ് ഇതിനൊരു പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. അതിന് പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്നതിന് മറുപടിയുമുണ്ട്. നമുക്കൊന്ന് കണ്ടുപോക്കാം. ഒരു ദീർഘകാല കരാറിന് രൂപം നൽകിയിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് നമുക്ക് ദീർഘനാളത്തേക്ക് രാത്രിയും പകലും വൈദ്യുതി കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു അന്ന് ഏർപ്പെടുത്തിയത്. ആ കരാർ പിന്നീട് വന്ന ഗവൺമെന്റ് ആ കരാർ റദ്ദാക്കി. അതിന്റെ അനന്തരഫലം, അതിന്റെ കെടുതികൾ ഇപ്പം നമ്മൾ വളരെ വിഷമകരമായിട്ട് അനുഭവിക്കുകയാണ്. അല്ല സണ്ണിച്ചായ ഇത് ഇപ്പോഴെവിടെ നിന്നാണ് കിട്ടിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഈ പ്രകൃതിയും മഴയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് പിണറായി വിജയൻ്റെ പേര് എവിടെ നിന്ന് കിട്ടി? പിണറായി വിജയൻ ആ പദ്ധതി റദ്ദാക്കി എന്നുള്ളത് എവിടെ നിന്ന് കിട്ടി? ഏതെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ പുതിയ കഥയാണോ മോനെ ഇത്? അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇവരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ വരുന്ന കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് അത് പ്രിൻ്റ് ഔട്ടും എടുത്തിട്ട് അതിനെപ്പറ്റി രാവിലെയും രാത്രിയിലും എല്ലാം ഇരുന്ന് സതീശനാദികൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ക്ലാസ്സും എടുത്തിട്ട് ആ ക്ലാസ്സിൻ്റെ ആ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് വിവരങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തുപ്പാൻ വേണ്ടിയിട്ടാണ് ഉമ്മർ ഇറങ്ങുന്ന രാവിലെ തന്നെ. എന്ത് കള്ളം പറയാമെന്ന് ആഗ്രഹിച്ചാൽ ആലോചിച്ച് രാവിലെ ഇറങ്ങുന്ന കുറച്ച് ടീംസായിട്ട് കൊങ്ങികളുടെ ടീംസ് മാറിയിരിക്കുകയാണ്. അതും പിണറായി വിജയൻ്റെ തലയിലാണ്, എല്ലാം പിണറായി വിജയൻ്റെ തലയിലാണ്. നല്ലതൊക്കെയാണെങ്കിലോ അത് ഞങ്ങളാണ്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് കല്ലിട്ടിട്ട് പോയൊരു സാധനം, അത് പടുത്തുയർത്തിയത് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെയും ആ പാർട്ടിയിലുള്ള ആളുകളുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ആണത്തമുള്ളതിൻ്റെയും അവരുടെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഇന്ന് അതിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മകനടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വരുന്നത്. എന്ത് കോപ്പിന്? എന്താണ് അവിടെ ചെയ്തത് ഉമ്മൻചാണ്ടി? ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ എല്ലാം ആയെന്നാണോ? ആ കല്ലിന് മുകളിൽ സിമൻറ്റ് വേണം, കട്ടകൾ വേണം, അതിൻ്റെ അപ്രൂവൽ വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം, അവിടെ വികസനങ്ങൾ വരണം, അവിടേക്ക് കപ്പലുകൾ വരണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ആരാണ്? പിണറായി വിജയനും അവിടെയുള്ള ആളുകളുമാണ്. അങ്ങനെയെങ്കിൽ പേരിടേണ്ടത് പിണറായി വിജയൻ്റെ പേരാണ്. പക്ഷേ അവിടെ പിണറായി വിജയൻ്റെ പേര് വിട്ടിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം, വിഴിഞ്ഞം ഹാർബർ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് എന്നുള്ള പേര് മാത്രമേ അവിടെയുള്ളൂ. അല്ലാതെ ചാണ്ടി പോർട്ട്, ഉമ്മൻ പോർട്ട് എന്നൊന്നൊരു പേര് അവിടെ ഇല്ല എന്നൊരു സാരം. അപ്പോൾ ഇതിനും അങ്ങനത്തെ പേരിടണമെന്ന് പറഞ്ഞുകൊണ്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഈ അടിമകൾ എന്നാണ് ഈ സത്യമൊക്കെ മനസ്സിലാക്കുക? അല്ലെ എന്നാണ് ഇതിൻ്റെ ഈ സത്യങ്ങളൊക്കെ അതിൻ്റെ ഒപ്പം ഇവർ പ്രവർത്തിക്കുക? സത്യം എന്താണെന്ന് പോലും അറിയാത്ത, സത്യങ്ങൾക്കൊപ്പം നിലനിൽക്കാത്ത, അല്ല സത്യങ്ങൾക്കൊപ്പം നിലകൊള്ളാത്ത കുറച്ച് ടീംസായിട്ട് കൊങ്ങികൾ മാറുകയാണ്. അപ്പോൾ നമുക്ക് സണ്ണി ജോസഫിന് പിണറായി വിജയൻ സഖാവ് കൊടുക്കുന്ന മറുപടി കേട്ട് പോകാം. LDF സർക്കാർ വൈദ്യുതി കരാർ റദ്ദാക്കിയോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ്. ആ കരാറിനകത്ത് നേരായ കരാറല്ല എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ശക്തമായിട്ടുണ്ട്. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ കരാർ റദ്ദ് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ നാടിനെ വൈദ്യുതി ക്ഷാമമായി പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചത് ആ വൈദ്യുതി കരാറുമായി മുന്നോട്ട് പോകാനാണ്. ഈ വ്യത്യസ്തതയുള്ളപ്പോൾ തന്നെ നാടിന്റെ പൊതുവായ താല്പര്യം കണക്കാക്കി ആ വൈദ്യുതി കരാർ അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് LDF സർക്കാർ നടപടിയെടുത്തത്. ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ അനുമതി നേരത്തെ വാങ്ങേണ്ടതായിരുന്നു ഇത്തരമൊരു കരാറിലേക്ക് പോകുന്നത്. UDF സർക്കാർ ആ അനുമതി വാങ്ങിയിരുന്നില്ല. അവരുടെ മുന്നിൽ ഈ പ്രശ്നം സജീവമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് അവരുടെ അവസാന തീരുമാനം പിന്നീട് വന്നു. അത് റദ്ദ് ചെയ്യുന്നതായിരുന്നു. ആ റദ്ദ് ചെയ്ത തീരുമാനത്തിനെതിരെ ആകാവുന്ന നടപടികളെല്ലാം ഞങ്ങൾ സ്വീകരിച്ചു. വെറുതെ വിട്ടുകളയല്ല ചെയ്തു. ആ വൈദ്യുതി വാങ്ങൽ പ്രധാനമാണ് എന്ന് കണ്ടുകൊണ്ട് ഉള്ള എല്ലാ നടപടിയും ഞങ്ങൾ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച സമീപനം. ഞങ്ങളതിന് നിങ്ങൾ കാണിച്ചത് കൊള്ളരുതായ്മയാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു എന്നതറിയല്ല. ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ ഉപേക്ഷിച്ചാൽ നാട് ഇരുട്ടിലാവും. അതല്ല നല്ലത്. നാടിന്റെ താല്പര്യം സംരക്ഷിക്കലാണ് നല്ലത് എന്ന് കണ്ടുകൊണ്ട നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അങ്ങനെ ആ ക്യാപ്സ്യൂളുമായിട്ട്
നമ്മുടെ അടിമകൾ വന്നത് വീണ്ടും പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഒരു കരാർ റദ്ദാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് വീണ്ടും ഇരുട്ടിലേക്ക് പോകുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് തന്നെയും ഞങ്ങൾ ആ കരാർ റദ്ദാക്കാനായിട്ട് മുന്നിലേക്ക് പോയില്ല. അതുമായിട്ട് തന്നെ മുന്നിലേക്ക് പോയി. നല്ലൊരു കരാറല്ല എന്ന് മനസ്സിലായിട്ടും ആ ഒരു കരാറുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നിലേക്ക് പോയി. കിട്ടാവുന്നിടത്ത് നിന്നെല്ലാം വൈദ്യുതി വാങ്ങി ജനങ്ങളെ ഇരുട്ടിലാഴ്ത്താതെ ജനങ്ങളിലെ ഈ പറയുന്ന ഒരു സാഹചര്യം, വേനലിൻ്റെ തീവ്രത എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. ആ ഒരു തീവ്രതയുടെ ആ ഒരു ബുദ്ധിമുട്ട് ജനങ്ങളെ അറിയിക്കാതെ, അതിൻ്റെ ആഘാതം ഏൽപ്പിക്കാതെ, ജനങ്ങളെ പൊള്ളലേൽപ്പിക്കാതെ അവരെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകണം എന്നറിയാവുന്നത് കൊണ്ട് ഞങ്ങളത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാലേ കാര്യങ്ങൾ, ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ കൊണ്ട് നടന്നു എന്നാണ് പിണറായി വിജയൻ സഖാവ് പറയുന്നത്. ഇതൊന്നും അറിയാത്ത അടിമകൾ, കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള അടിമകൾ വന്ന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നീയൊക്കെ ഇങ്ങനെ കിടന്ന് മെഴുകിയാൽ അത് വിശ്വസിക്കുന്ന നിൻ്റെയൊക്കെ കുറേ അടിമകൾ കാണും. നീയൊക്കെ ജയ് വിളിക്കാൻ പറയുമ്പോൾ ജയ് വിളിക്കാനും, നീയൊക്കെ കൊടി പിടിക്കാൻ പറയുമ്പോൾ കൊടി പിടിക്കാനും, നീയൊക്കെ അവിടെ ചാടറാന്ന് പറയുമ്പോൾ അവിടെ ചാടാനും, ഇവിടെ ചാടറാന്ന് പറയുമ്പോൾ ഇവിടെ ചാടാനും നിൽക്കുന്ന കുറേ അടിമകൾ. അങ്ങനെയുള്ള അടിമകളല്ല കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾ എന്ത് വൃത്തികേടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അംഗീകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലും നിങ്ങളെ ന്യായീകരിക്കുന്ന കുറച്ച് ന്യായീകരണ തൊഴിലാളികളുടെ കൂട്ടത്തിലും കാണും. എല്ലാവരെയും അങ്ങനെ കൂട്ടല്ലേ. 3.5 കോടി ജനങ്ങളിൽ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം പേര് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ള അത്രയും ആളുകൾ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇന്ന്. കാരണം നിങ്ങളുടെ ഈ തോന്നിവാസങ്ങൾ ഒന്നുകൊണ്ട് തന്നെ ജയിപ്പിച്ച ആളുകളുടെ ചോറിലേക്ക് മണ്ണ് വാരിയിടുന്നതും ജയിപ്പിച്ച ആളുകളെ തന്നെ ഇരുട്ടിലാക്കുന്നതുമായിട്ടുള്ള നിങ്ങളുടെ ഈ പ്രവണതയും പ്രവൃത്തിയും ഒന്നും അധികകാലം പോവില്ല. ഇപ്പോൾ അധികാരത്തിൽ വന്ന 5 വർഷക്കാലം നിങ്ങളെ സഹിച്ചേ പറ്റുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ മന്ത്രിസഭ പിരിച്ചുവിടണമെന്നുള്ളൊരു ആഗ്രഹവുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ആരോപണവുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനവുമായിട്ട് ഒരുപാട് ജനങ്ങൾ പ്രതികരിക്കുന്നുമുണ്ട്. എന്തൊരു നെറികെട്ട രാഷ്ട്രീയം, നെറികെട്ട പ്രവൃത്തിയുമൊക്കെയാണ് സാറുമാരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിങ്ങനെ തുടരണം അല്ലേ? ഇനിയും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകേണ്ടി വരും. സ്മൃതിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം പൂക്കികളുടെ കട്ടാണല്ലോ. അംഗീകരിക്കുക അല്ലെങ്കിൽ സഹിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാനും പോകുന്നില്ല. സ്മൃതിക്കൊന്നും പറയാനുമില്ല.